നിങ്ങളിൽ പലരും ഇലക്ഷന് ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എൻ്റെ പൊന്ന്, എൻ്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചിലവ് കുറയും. കാര്യം എൻ്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നില്ലല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4000-5000 രൂപ ചിലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. ഇന്ത്യയിലേക്ക് പോയതിന് ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാൻ്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഒറ്റതിന് ശേഷമാണെന്ന് അവഗണന ചോദിച്ചു കഴിഞ്ഞാൽ 2020 എവിടെ ജയിച്ചത്? 2020 അങ്ങ് ജയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് അവഗണന പുള്ളി എന്നോട് മാത്രമല്ല. കാര്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇദ്ദേഹം വന്നത്, ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പം നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, എറണാകുളത്ത് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൈസ ഇയാൾ സാബു എടുത്തെന്നാണോ അഖില് പറയുന്നത്? ഈ BJP നേതാക്കൾ കുഴിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. BJPയിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ 40 കോടി രൂപ എന്ന് BJPയുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും, കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. ഇതെന്താണെന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ വൈഫിൻ്റെ കുറേ ഗോൾഡ് കൊണ്ട് വിറ്റു. അപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് ഗോൾഡിൻ്റെ ആൾ ചോദിക്കുകയാണ്, വൈറ്റ് ഗോൾഡിലാണ് ഞാൻ കൊണ്ട് വിറ്റത്. അപ്പോൾ പുള്ളി ചോദിക്കുകയാണ്, അല്ല ആക്ച്വലി മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല, ഞങ്ങളെല്ലാം വിചാരിച്ചത് അഖിലിന് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അഖില, ഇതിലെ വലിയൊരു പ്രശ്നം ഈ സാബു ജേക്കബ് കയ്യിൽ നിന്നും പണം ഇറക്കുന്ന ആളാണ്. ഇയാൾക്ക് ഇങ്ങനെ ഒരു പണം എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ. ആ ധാരണയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹം ഒരുപാട് നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ 2020യുടെ ആശയത്തോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കിഴക്കമ്പലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. പക്ഷെ പിന്നീട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താ? കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020ക്ക് അല്ല, കിറ്റെക്സിന് വേണ്ടിയിട്ടാണ്. കിറ്റെക്സിൻ്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും ഇപ്പം എത്ര വലിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്തും വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് കിഴക്കമ്പലത്ത് അവർക്ക് വേണ്ടി ജനങ്ങൾ നിന്നു. ഇത് ഇപ്പുറത്ത് ഇനി ഒരു കാര്യം പറയാം. ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റെക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റെക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലുങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CRO മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രോജക്റ്റ്. അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റെക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ചൊരു മനുഷ്യൻ പോയത്. പക്ഷേ അതിലേക്ക് ദയവ് ചെയ്ത് നമ്മളെ വലിച്ചിടരുതായിരുന്നു. പുള്ളിയുടെ ലക്ഷ്യം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് ഞാൻ കരുതിയത്. എൻ്റെ ആഗ്രഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അത് പുള്ളിക്ക് അങ്ങനെ ആഗ്രഹം. ഇത്രയും പ്രതിസന്ധി നേരിട്ടു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, ഇനിയും ആ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണോ അതോ അഖിൽ മാരാർ 2020 വിടുകയാണോ? അതിൻ്റെ ഭാര്യയെ കുനിച്ചീർത്തി ഇടിച്ചിട്ട് ഭർത്താവിനെയും ഭാര്യയും കൂടെ ഒന്നിപ്പിക്കുന്ന കണക്ക് ചില ചർച്ചകൾ കുടുംബത്തിൽ നടക്കും. അതുപോലെ ഇപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചത്. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിച്ച ആളാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. സിനിമാ മേഖലയിൽ നിന്നും മറ്റിതര മേഖലയിൽ നിന്നും കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് പരിപൂർണമായും ജനങ്ങൾക്കിടയിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. കഴിഞ്ഞ 2.5 മാസക്കാലമായിട്ടും ഒരു മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല, ഫോണിന് റിപ്ലൈ തന്നിട്ടില്ല. 2020യുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ സ്ഥാനം വല്ലതും ആണോ? അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? അതും കൊല്ലം ജില്ല പോലെ സംഘടന ഇല്ലാത്തൊരു സ്ഥലത്ത്. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? പോയി സംഘടനയെ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ അത് സാധിച്ചു തരാത്തത് കൊണ്ടും അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുള്ളതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ 2.5 മാസമായിട്ട് 2020യുടെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രതികരണം? ഇപ്പം കഴിഞ്ഞ 2.5 മാസമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ നടന്നല്ലോ. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ അടുത്ത സമയത്താണ് ഡൽഹി സമരം ഉൾപ്പെടെ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, സാബു ജേക്കബിൻ്റെയോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവോ 2020യുടെ ഭാഗമായിട്ട് ഒരു രാഷ്ട്രീയ പ്രതികരണം നടത്തിയോ? ഇല്ല. രാഷ്ട്രീയം അവർക്ക് താല്പര്യമില്ല. തീർച്ചയായിട്ടും സാബുവിന് കാശടിക്കാനുള്ള ഒരു സംവിധാനമായി 2020 മാറിയോ? അല്ല, അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പം ഒരാൾ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാശടിക്കണോ, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണോ
ഇതൊക്കെ പുള്ളിയുടെ മാത്രം താല്പര്യമാണ്. പുള്ളി അതൊക്കെ ചെയ്തോട്ടെ, ഇതൊന്നും എന്നെ സംബന്ധിച്ചൊരു വിഷയമുള്ള അഖിലിന് ഇത് കാര്യമല്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്തെങ്കിലും? അല്ല, എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഞാൻ വന്നതിന് ശേഷം കുറേ സ്ഥാനാർത്ഥികളെ ഇവർ പ്രഖ്യാപിച്ചു. ഒരു രാഷ്ട്രീയവും അറിയാത്ത, നിലവിൽ രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ ഒരു ഇടപെടൽ പോലും നടത്തിയിട്ടില്ലാത്ത ആൾക്കാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആദ്യം അവിടെ നാണം കിട്ടും. കാര്യം പലരും പറഞ്ഞു അഖിലൊക്കെ 2020 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തോന്നി കൊള്ളാം, എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവർ ചെയ്യാൻ പോകുന്നു. പിന്നീട് ആ സമയത്ത് വന്ന ചില കാൻഡിഡേറ്റ് പട്ടിക നിങ്ങൾ കേട്ട് കാണും. വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തവർ, കേരളത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലാത്തവർ, ഒരു എവിടെ ആയിക്കോട്ടെ, കേന്ദ്രത്തിനെതിരെ ആയിക്കോട്ടെ, സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം പോലും നടത്താത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് കാൻഡിഡേറ്റ് ആക്കി. അപ്പോൾ ഇവരുടെ ഉദ്ദേശം രാഷ്ട്രീയമല്ല, എങ്ങനെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് മത്സരിപ്പിച്ച് BJP-യിൽ നിന്ന് ഫണ്ട് വാങ്ങുക, തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഫണ്ട് ചോദിക്കുക. അല്ല, BJP A ക്ലാസ് മണ്ഡലമായിട്ട് കരുതിയത് തൃപ്പൂണിത്തറയായിരുന്നു. അപ്പോൾ അവിടെയാണ് ആദ്യം അഖിൽ മത്സരിക്കുമെന്ന് കരുതിയത്. അവിടെ പോലും കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഭക്തിക്ക് ഇപ്പോൾ അഖിലിനും കുറവില്ലല്ലോ. അല്ല, അതിൻ്റെ പിന്നിൽ മറ്റു ചില രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എറണാകുളം ജില്ലയിലെ എൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടി താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണോ എന്ന സംശയം എനിക്കുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് BJP-ക്ക് 30-35,000 വോട്ടിൻ്റെ ബേസുള്ള മണ്ഡലമാണ്. BJP-ക്ക് സംഘടനയുള്ള മണ്ഡലമാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ പോകുന്നത് കൗൺസിലർമാരും മുനിസിപ്പൽ ചെയർമാനും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ്. തൃക്കാക്കരയെ സംബന്ധിച്ച് ഒരു കൗൺസിലറില്ലെന്നേ, ഒരു കൗൺസിലറില്ല. ഇനി കൗൺസിലർ എന്നത് പോട്ടെ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതെങ്കിലും ഒരു NDA സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും ഇല്ലാതെ, കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ